നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. ശത്രുക്കൾക്ക് ഇനി വിജയിക്കുവാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം നിങ്ങളുടെ വ്യക്തി പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് ഈ പ്രണയബന്ധത്തിൽ പുതിയ വഴിത്തിരിവുകൾ സൃഷ്ടിക്കുന്നു. അതെ, ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന മുഴുവനുമായി കേൾക്കുവാൻ ശ്രമിക്കുക. ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ള ഊർജം എന്ന് പറയുന്നത് വളരെയധികം സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ പ്രണയബന്ധത്തിൽ ഒരു വഴിത്തിരിവാകാൻ പോകുന്നത്. അധർമ്മങ്ങളൊന്നും തന്നെ ചെയ്യാതെ ധർമ്മമായിട്ടുള്ള കാര്യങ്ങൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടം വ്യക്തികളുടെ സാന്നിധ്യമാണ് എനിക്ക് ഇന്നത്തെ വായനയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളുമാകാം, നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണുമാകാം. ഒരുപാട് സൽക്കർമ്മങ്ങൾ, സൽപ്രവർത്തികളൊക്കെ ചെയ്യുന്ന, മറ്റുള്ളവരെ സഹായിക്കുകയും മറ്റുള്ളവരുടെ ക്ഷേമം അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെയധികം വിശാല മനസ്കരായിട്ടുള്ള, വിശാല ഹൃദയരായിട്ടുള്ള വ്യക്തികളുടെ സാന്നിധ്യമാണ് എനിക്കിന്ന് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കർമ്മത്തിന് നിങ്ങൾ അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്നത് തന്നെയാണ് ഇന്നത്തെ സൂക്ഷ്മ ശക്തികളിലൂടെ നമുക്ക് കിട്ടുന്ന നല്ലൊരു സന്ദേശം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ശുഭാപ്തി വിശ്വാസക്കാരാണ്. ഈ വ്യക്തിയാണെങ്കിൽ പോലും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഓരോ ദിവസവും ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകാം, ഈ ഒരു പ്രണയബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ അർഹിക്കപ്പെട്ട വ്യക്തിയാണോ ഞാൻ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഈ വ്യക്തിയെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. പക്ഷേ അതിൽ നിന്നുമൊക്കെ പുറത്തേക്ക് കടക്കുവാനും താങ്കൾക്ക് കഴിയാത്ത കാര്യങ്ങൾ മാത്രമേയുള്ളൂ എന്നുള്ള വിചാരത്തിൽ അതിലേക്ക് മുങ്ങിത്തീർന്നു പോവാതെ എന്നെക്കൊണ്ട് സാധിക്കും, എന്നെക്കൊണ്ട് കഴിയും, എനിക്ക് എന്തുകൊണ്ടും യോജിച്ച ഒരു ബന്ധമാണ് ഈ പ്രണയം എന്നുള്ള സത്യത്തിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ധാരാളം നിങ്ങളെ അതിശയിപ്പിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പ്രണയബന്ധത്തിലേക്ക് വരാൻ പോകുന്നതായി കാണിക്കുന്നു. ആകെപ്പാടെ വണ്ടറടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഈ പ്രണയബന്ധത്തിലേക്ക് വരുന്നു. ഇവിടെ ശത്രുക്കൾ പലതരത്തിലുള്ള പദ്ധതികൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിലോരോന്നോരോന്നായി നിങ്ങളിലേക്ക് ഒരു അസ്ത്രം അയക്കുന്നത് പോലെ, ഒരു അമ്പ് അയക്കുന്നത് പോലെ നിങ്ങളുടെ പ്രണയത്തെ കുത്തി വ്രണപ്പെടുത്തുവാനും തകർക്കുവാനും ശ്രമിച്ചു. അതിൽ പലതും, അതായത് ശത്രുക്കളുടെ പദ്ധതികളിൽ പലതും വിജയിക്കുക തന്നെ ചെയ്തു. അതിലൂടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് സങ്കടം തന്നെയാണ്. മുന്നോട്ട് പോകാൻ സാധിക്കാത്തതിൻ്റെ നിരാശ തന്നെയാണ്. കാരണം ഒരു കുന്നാരം സ്വപ്നങ്ങളോട് കൂടിയാണ് നിങ്ങൾ രണ്ടുപേരും ഈ പ്രണയബന്ധത്തിൽ തുടക്കം കുറിച്ചത്. ആ തുടക്കം അവസാനിക്കേണ്ടത് ഇങ്ങനെയൊക്കെ ആയിരുന്നോ എന്നുള്ള ചോദ്യമാണ് ഓരോ ദിവസവും നിങ്ങളുടെ മനസ്സിലേക്ക് ചൂഴ്ന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മളുടെ നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത വിധത്തിലുള്ള സൂക്ഷ്മ ശക്തികളെല്ലാം തന്നെ ഈ പ്രണയബന്ധത്തെ നല്ല രീതിയിൽ തന്നെ ഹീല് ചെയ്യുവാനും എന്തെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ അതിനെ ഉണക്കുവാനും ഒക്കെ ശ്രമിക്കുന്നതായി നമുക്കിവിടെ കാണാം. ഇവിടെ ഓവറോൾ ഊർജമായി ലഭിച്ചിട്ടുള്ളത് ഫുൾഫിൽമെന്റ് ആണ്. അത് തീർച്ചയായിട്ടും വളരെയധികം ഫലപുഷ്ടതയോട് കൂടി നിൽക്കുന്ന ഒരു പഴത്തെയാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും വിളവെടുപ്പിന് സമയമായിട്ടുള്ള ഒരു പഴം പോലെയാണ് നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധം. അതായത് അവസാനത്തിൽ എത്തി നിൽക്കുന്നു. അതിനി ഒരു വിവാഹത്തിലേക്കോ, ഒരുമിച്ച് നിങ്ങൾ ഇരുവരും സ്വപ്നം കണ്ട ആ ഒരു രീതി എന്താണോ അതിലേക്ക് വരേണ്ടതേ ഇനി ആവശ്യകതയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സന്തോഷകരമായിട്ടുള്ള മാറ്റങ്ങൾ ഈ വ്യക്തിയിൽ ഉത്ഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ്. ഈ വ്യക്തി ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ പള്ളികളോ ദർശനം ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഗൗളിശാസ്ത്രമോ അല്ലെങ്കിൽ ആസ്ട്രോളജി സംബന്ധമായിട്ടുള്ള, ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വിശ്വസിച്ച്
ഈ പ്രണയബന്ധത്തെ പല രീതിയിലും അതിനനുസരിച്ചിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനായി ശ്രമിക്കുന്നു. ആദ്യമൊക്കെ ഈ വ്യക്തിക്ക് ഇതിനെക്കുറിച്ചൊന്നും വേണ്ടുന്നത്ര വിശ്വാസമൊന്നും ഉണ്ടായിട്ടില്ലായിരിക്കാം. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി എല്ലാ തലങ്ങളിലൂടെയും ഈ പ്രണയബന്ധത്തിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി ആദ്യമൊക്കെ ദൈവത്തിൽ പോലും വിശ്വസിക്കാതിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. പക്ഷെ ഇപ്പോൾ ദൈവത്തിലും അതുപോലെ നെഗറ്റീവ് എനർജി ഉണ്ടെന്നും അതുണ്ടെങ്കിൽ പോസിറ്റീവ് എനർജിയും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെന്നും അതിൻ്റെതായിട്ടുള്ള പ്രൊട്ടക്ഷൻ വേണം, അതായത് സംരക്ഷിക്കപ്പെടണം, ഈ പ്രണയബന്ധം സംരക്ഷിക്കണം എന്നുള്ള ചുമതലയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായി കൂടിച്ചേരുമ്പോൾ തന്നെ ഈ പേഴ്സൺ എപ്പോഴും ഒരു കുടുംബത്തെയാണ് മനസ്സിൽ ചിത്രം വരയ്ക്കുന്നത്. ഒരുമിച്ച് കല്യാണത്തിന് നിൽക്കുന്നതും വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള ചിന്തകളാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും പലതരത്തിലുള്ള മാലാഖമാരാണ് നിങ്ങൾക്ക് ചുറ്റിനും വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രണയബന്ധത്തെ സംരക്ഷിക്കുവാനും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശത്രുക്ഷയം സംഭവിക്കാനും വേണ്ടിയിട്ട് തന്നെയാണ്. ഇത്രയും കാലം ഈ വ്യക്തി വിചാരിച്ചിരുന്നത് ഈ പ്രണയബന്ധത്തിൽ വേണ്ടുന്നത്ര ശത്രുക്കളൊന്നുമില്ല എന്നാണ് കരുതിയിരുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. ശത്രുക്കളുണ്ട്. പക്ഷേ ആ ശത്രുക്കളെ ഇത്രയും കാലം പേടിച്ചുകൊണ്ടാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇനി അതിനെങ്ങനെ ക്ഷയം വരുത്തിക്കാം, നിഗ്രഹിക്കാം എന്നുള്ള തീരുമാനത്തിലേക്കും ചിന്തകളിലേക്കുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റങ്ങളിലൂടെ ഈ വ്യക്തി പോകുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അത് മെഡിറ്റേഷൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവത്തെ ഉപാസിക്കുന്നതോ തൻ്റെ വിഷമങ്ങളെല്ലാം ഒരു പരിഹാരം കണ്ടെത്തുന്നതോ ആകാം. ജ്യോതിഷപരമായിട്ടൊക്കെയും ഈ വ്യക്തി അതിലേക്ക് ഏർപ്പെട്ടതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതുവരെയും ജീവിതത്തിൽ ചെയ്യാത്ത പല പ്രവൃത്തികളും ഈ വ്യക്തി ചെയ്തു തുടങ്ങി എന്ന് തന്നെ സാരം. തീർച്ചയായിട്ടും ഇതെല്ലാം നിങ്ങൾക്കും ഈ പ്രണയബന്ധത്തിനും വേണ്ടിയിട്ട് തന്നെയാണ്. മുന്നോട്ട് പോകാൻ കഴിയാതെ, മുന്നോട്ടിനി എന്ത് എന്നറിയാതെ ഇരുട്ടിലാക്കപ്പെട്ട ഒരവസ്ഥയായിരുന്നു ഈ പ്രണയബന്ധത്തിന്റെ സാഹചര്യം. പക്ഷെ അതിൽ നിന്നുമൊക്കെയും ഒരു വെളിച്ചം പകരേണ്ടത് ഈ വ്യക്തി തന്നെയാണെന്നും ഇതിനു വേണ്ടിയിട്ട് മുൻകൈ എടുക്കേണ്ടത് ഈ പേഴ്സൺ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രണയബന്ധത്തിൽ പുതിയ വഴിത്തിരിവുകൾ സൃഷ്ടിക്കുവാൻ തന്നെയാണ് ഈ പേഴ്സന്റെ തീരുമാനം. കാരണം അതിനു വേണ്ടിയിട്ടുള്ള പല നീക്കങ്ങളും ഈ വ്യക്തി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിനോടകം ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നത് ശുഭാപ്തി വിശ്വാസത്തോടെയും പ്രതീക്ഷയോടു കൂടിയും നിങ്ങളോട് നിൽക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങൾ എപ്പോഴും ഇതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നുണ്ടാകാം. ഈ വ്യക്തിയുമായി സംസാരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെയും നിങ്ങൾക്ക് എപ്പോഴും പരാതികളായിരിക്കാം വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിപ്പോയത്, എന്തുകൊണ്ടാണ് ഒന്നിക്കാൻ സാധിക്കാത്തത് എന്നിങ്ങനെയുള്ള 1000 ചോദ്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിലെ വരുന്നത്. അത് നിങ്ങൾ ഈ വ്യക്തിയോട് തുറന്ന് ചോദിക്കുകയും ചെയ്യും. പക്ഷേ അപ്പോൾ എല്ലാം തന്നെ ഈ വ്യക്തി ഒരു മറുപടി തരാതെ നിശബ്ദമായി ഇരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. പക്ഷെ മൗനം വിദ്വാനി ഭൂഷണം എന്ന് പറയുന്നത് പോലെ മിണ്ടാതിരിക്കുന്നത് ഒരിക്കലും കഴിവില്ലാത്തത് കൊണ്ടോ വേണ്ട എന്ന് വെച്ചിട്ടോ അല്ല. കാരണം ഇതിന് എന്നേക്കുമായി ഒരു തീരുമാനം ഉണ്ടാക്കണം, അതിനുവേണ്ടി പദ്ധതികൾ തയ്യാറാക്കണം എന്നുള്ളൊരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രണയബന്ധത്തിൽ തീർത്തും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള വഴിത്തിരിവുകളാണ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. അത് ഒരിക്കലും നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ വിശ്വസിക്കുവാനോ അല്ലെങ്കിൽ ഇത് യാഥാർത്ഥ്യമാണോ എന്നുള്ള ചോദ്യമായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് ഉയർന്നു വരുന്നത്. അത്രമാത്രം വ്യത്യസ്തതയാർന്ന വിധത്തിലുള്ള മാറ്റങ്ങളാണ് ഈ പ്രണയബന്ധത്തിൽ വന്ന് ഉത്ഭവിക്കുവാൻ പോകുന്നത്. ഇത് തികച്ചും ഇതിന്റെ മുഴുവനും ക്രെഡിറ്റും ഈ വ്യക്തിക്ക് തന്നെയായിരിക്കും. കാരണം ഈ വ്യക്തിയാണല്ലോ ഈ പ്രണയബന്ധം തുടങ്ങി വെച്ചത്. ഇവർ തന്നെ നല്ല രീതിയിൽ തന്നെ ഇത് കൊണ്ടുപോകണം, ഇതിന്റെ അവസാനം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ചിന്താഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും നിങ്ങൾ രണ്ടുപേരും ആരെയും ദ്രോഹിച്ചിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. മറ്റുള്ളവരെയും നിങ്ങൾ അങ്ങനെ തന്നെയാണ് കണ്ടിരുന്നത്. പക്ഷെ അതിൽ ചില വ്യക്തികൾ അവിടെ അവരുടെ ദുഷ്ടപ്രവർത്തികൾ പ്രവർത്തിച്ചു തുടങ്ങുകയും അത് നിങ്ങളുടെ പ്രണയബന്ധത്തെ മോശമായി ബാധിക്കുകയും അങ്ങനെയാണ് പല തലങ്ങളിലേക്കും ഇത് പരാജയപ്പെട്ട് തുടങ്ങിയത്. അപ്പോൾ തീർത്തും നമുക്കിതാണ് ലഭിച്ചിട്ടുള്ളത് ഇന്നത്തെ വായന.
തീർച്ചയായിട്ടും ഈ വ്യക്തി ശത്രുക്കളെ ഓരോന്നായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. കണ്ടതും കേട്ടതും മാത്രം വിശ്വസിക്കാതെ തീർച്ചയായിട്ടും അതിന്റെ ആഴത്തിലേക്ക് പോകുവാനും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും സത്യമേത് അല്ലെങ്കിൽ നുണ ഏത് എന്ന് വേർതിരിച്ച് കാണുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായി ഈ വ്യക്തിയെ സഹായിക്കുവാൻ 1000 സൂക്ഷ്മ ശക്തികളാണ് ഈ വ്യക്തിയുടെ കൂടെ ഉള്ളത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകട്ടെ. അതിന് ഈ വ്യക്തിക്ക് തൻ്റെ ഇടവും മനോധൈര്യവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വായന നിർത്തുകയാണ്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.